ഇപ്പോൾ നിൽക്കുന്ന ട്രെയിന് വന്ദേ ഭാരത് കാസർഗോഡ് ടു ട്രിവാൻഡ്രം 8 മണിക്കൂർ കൊണ്ടെത്തും. സമയം ലാഭമാണ്. ഞാൻ കോട്ടയത്തിൽ നിന്നാണ് കയറിയത്. കോട്ടയത്തിൽ നോർമൽ ട്രെയിന് 3 തൊട്ട് 4 മണിക്കൂർ എടുക്കും. 4 മണിക്കൂർ. ഇത് 2.5 മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത്. ഇതിൽ 2 സെക്ഷനായിട്ടുണ്ട്. നോർമൽ എല്ലാ എ സിയാണ്. AC ചെയർ, ഒന്ന് നോർമൽ, ഒന്ന് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. പിന്നെ നോർമലിൽ വന്നിട്ട് 616, എക്സിക്യൂട്ടീവ് വന്നിട്ട് 850 വരെ വരും. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. സീറ്റിൽ നോർമലിൽ ഇതിൽ 3ഉം 2ഉം 5 സീറ്റാണ്. എക്സിക്യൂട്ടീവിൽ 2, അങ്ങനെ 4 സീറ്റാണ്. 2 സെക്ഷനിൽ ഞാൻ കാണിക്കുന്നത്. ഇതാണ് നോർമൽ AC. ഇനി ഞാൻ പോകുന്നത് എക്സിക്യൂട്ടീവിലേക്കാണ്. ഇത് കാറ്ററിംഗ് സർവീസ്. ഇതാണ് എക്സിക്യൂട്ടീവ്, 2 സീറ്റ്. ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഫുഡൊന്നും ഇൻക്ലൂഡ് അല്ല കേട്ടോ, അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. 65 മുതൽ 350 വരെ ഉണ്ട്. പിന്നെ വെള്ളം ഇൻക്ലൂഡഡാണ്, അതിന് ചാർജ് കൊടുക്കണം. നമ്മൾ ടിക്കറ്റിൽ ആഡ് ചെയ്യും. ഒരു ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏത് സ്റ്റേഷനിലാണ് ട്രെയിൻ നിർത്തുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ടിക്കറ്റ് എടുക്കാം. ഈ വക ടിക്കറ്റൊന്നും ഇല്ലാതെ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അത് ഒന്നാമത്തെ കാര്യം. ഈ പറഞ്ഞതുപോലെ ഇത് സമയം ലാഭമാണ്. എല്ലാ AC ആണ്. അപ്പോൾ മറ്റുള്ള ട്രെയിനിൽ AC ട്രാവൽ ചെയ്യുന്നത് നോർമൽ ഇത്രയാവും. എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 100 രൂപയുടെ വ്യത്യാസം വരുത്തുള്ളൂ. കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെ വളരെ ചുരുങ്ങിയ സ്റ്റോപ്പേ ഉള്ളൂ. ഞാനിപ്പോൾ കോട്ടയത്ത് നിന്ന് കയറിയിട്ട് ചെങ്ങന്നൂർ, കൊല്ലം 2 സ്റ്റോപ്പേ ഉള്ളൂ. ഞാൻ ട്രിവാൻഡ്രം 8:10 കോട്ടയം, 10:40 ട്രിവാൻഡ്രം. പ്രസൻറ്റ് സെറ്റപ്പൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് കാണാം എന്ത് സിറ്റുവേഷനാണ്. സംഭവം വലിയ സംഭവം അങ്ങനെ ഇതൊന്നുമില്ല. സംഭവം ഫുൾ AC ആണ്. ഓക്കെ. പിന്നെ അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് കുറവായതുകൊണ്ട് പെട്ടെന്ന് സ്ഥലത്തെത്താം. അതൊരു ഇതേ ഉള്ളൂ. അല്ലാതെ വേറെ ഈ പറയത്തൊക്കെ വലിയ ആർഭാടം അതൊന്നുമില്ല. രാജധാനി ഇതുപോലെയായിരുന്നു. രാജധാനി സെയിം ഇതാണ്. സ്റ്റോപ്പ് കുറവാണ്, സ്പീഡാണ്. രാജധാനി ഫുൾ AC ആണ്. അതിൻ്റെ ഒരു പകർപ്പാണെന്ന് ഉള്ളൂ. അതിൽ കവിഞ്ഞിട്ടുള്ള വേറെ ഒന്നുമില്ല. കാറ്ററിംഗ് എല്ലാം ഇതിലുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അല്ലാതെ ഈ പറയുന്ന ആഡംബരം അത് അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മളിതെല്ലാം ട്രാവൽ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പം ബെറ്റർ നമുക്ക് സമയം ലാഭിക്കാം. അതാണ് മെയിൻ. അപ്പോൾ ഐ ഹോപ്പ് यू एंजॉय. फिर मिलेंगे. मेरे भाइयों, देशवासियों, सबको मेरा नमस्कार. फिर मिलेंगे.